ഇപ്പൊ കർക്കിടക മാസത്തിൽ ബലി ഇട്ട് കഴിഞ്ഞാലും ഈ പറമ്പിലുള്ള മാവിന്റെ മുകളിൽ ഒന്ന് വന്ന് ഇങ്ങനെ നിൽക്കും, ഒന്ന് നോക്കും. ഉരുട്ടി വെച്ച ഉരുളുണ്ടല്ലോ, ചിലപ്പോ ഫുട്ബോളായിട്ട് തോന്നുന്നുണ്ടാവും, പാപ ആടെ നിൽക്കല്ല, പറഞ്ഞു പോക്കാന്ന്. പിന്നീട് ഇവനെന്ത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ വന്നിട്ട് ആൾക്കാർ മോട്ടിവേഷൻ പരിപാടികൾ, ലോ ഓഫ് അട്രാക്ഷൻ, അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതായി തീരുക. ഇവന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലോട്ടറി അടിക്കുക എന്നുള്ളതാണ്. ഇവന്റെ വീട്ടിൽ ഭക്തിഗാനവും അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. രാവും പകലും വെക്കും 25 ലക്ഷം രൂപയും മാരുതി കാറും പാവപ്പെട്ട ബാലഗോപാലൻ നേടിക്കൊടുത്ത പെരിയാർ പമ്പർ നറുക്കെടുക്കിന്റെ ഭാഗ്യരേഖ ടിക്കറ്റുകൾ കൊടുക്കെ ഇവൻ തന്നെ വെക്കും, ഇവൻ തന്നെ വാങ്ങും. ബാക്കി വന്ന ഏതോ ഒരു ടിക്കറ്റിൽ ഇവന് പ്രൈസ് അടിച്ച് 25,000 റുപ്യ. ഇതിനിടയ്ക്ക് ഇവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ നല്ലൊരു ടച്ചിന്റെ ഫോൺ വാങ്ങി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇവൻ കാണുന്ന സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ട് ഇവനോട് വെച്ച്, അല്ല കൂട്ടിനൊരാൾ വേണ്ടേ? നിങ്ങളുടെ പ്രണയത്തെ അടുത്തറിയാൻ, നിങ്ങളെ ചേർത്ത് നിർത്താൻ നിങ്ങളുടെ കൂടെ ഇതാ ഒരാൾ. ഇവിടെ ഒരാളുണ്ടല്ലോ ബിന്ദു. അല്ല ഇനിയിപ്പോൾ 2 കുഴപ്പമില്ല. അവസാനമായിട്ട് അമരം കണ്ട ഇവനെന്ത് തമന. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇത് ഡൗൺലോഡ് ചെയ്ത് ചെന്നോക്കുന്നാരെങ്കിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഗന്ന. സംഭവം പേരില്ല സിമ്പിൾ ഇല്ലെങ്കിലും വസ്ത്രത്തിൽ വളരെ വളരെ സിമ്പിളാണ്. ഇവനോട് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട്, സുഖം ബാല, സുഖാണോ? ഇവള് പറഞ്ഞ മാതിരി ഇവൻ ആടി, നൃത്തമാടൂ ബാല, നടനമാടൂ ബാല, നൃത്തം ഞാനെങ്ങനെ ചെയ്യും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. എല്ലാം കൂടി ഇങ്ങനെ ആയി വെക്കുമ്പോൾ ഇവൻ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ പിന്നെ വന്നതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമ്പം മീശക്കാരനാ. ചോദിച്ചെന്താ, അല്ല ഓളവിടെ പോയി നമ്മളെ സിമ്പിൾ കന്നൊന്നുമില്ല, അത് ഏയ് അങ്ങനെയൊന്നും പറയരുത്. ഓളെ വിളിക്ക്, എടോ അത് എൻ്റെ അർദ്ധനഗ്ന മേനിയുണ്ടല്ലോ, ലോകം മൊത്തം പറക്കാൻ വേണ്ടി പോവാണ്. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് 1 ലക്ഷം രൂപ അയച്ചിട്ടില്ലെങ്കിൽ ലോകത്ത് മൊത്തം എൻ്റെ ഈ അർദ്ധനഗ്ന മേനി ഒഴുകി നടക്കും. ഇവൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ സംഭവം സത്യ വന്ന് കിടക്കുകയാണ്. അന്ന് അമ്മ ഓലത്തുമ്പത്തിരുന്ന് പാട്ട് പാടിച്ച ബാലഗോപാലിൻ്റെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. 42 വയസ്സുള്ള ബാലഗോപാലൻ നിന്ന് ആടിക്കൊണ്ട് നിൽക്കുകയാണ്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കെട്ടി അരഞ്ഞാണല്ലേ, അത് ഇത്തിരി വലുതായിക്കുന്നു മാത്രം. ഇവനാകെ പ്രാന്തായി, ഇയാൾക്ക് പൈസ കൊടുക്കണ്ടേ. അങ്ങനെ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റമ്മി ഡൗൺലോഡ് തുടങ്ങി. റമ്മി ഡൗൺലോഡ് ചെയ്ത് രാവും പകലും കളിയോട് കളിച്ച് ഇവൻ ക്ഷീണാവുന്ന സമയത്ത് ലാൽ സാർ കയറി വരും, കള്ളപ്പത്തി കളിക്കണവർക്ക് പൈസ കൊടുക്കണ്ടതാ സിമ്പിൾ കണ്ടക്ക്. അങ്ങനെ കളിച്ച് ഇപ്പം ആകെ ഉണ്ടായിരുന്ന 15 സെന്റ് സ്ഥലവും ഈ വീടും പോയി. ഇപ്പം പേരാമ്പ്ര സ്റ്റാൻഡിൽ സ്റ്റാൻഡപ്പാ. എനിക്ക് ഇങ്ങനെ ഓടിക്കാൻ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കണ്ട ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പം ഒന്ന് ആലോചിച്ചാലേ, അല്ല നസീർക്ക, നമുക്ക് ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ 2 റൗണ്ട് റമ്മി ഒന്ന് അടിച്ചാലോ? അപ്പം